നമ്മളൊരു നബിദിന പ്രസംഗമാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ പറയണം: ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളോടും പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു കാണിക്കുന്ന കരുണ എത്രയോ ഉന്നതമാണ്. അവനെ അംഗീകരിക്കുന്നവർക്കും അംഗീകരിക്കാത്തവർക്കും അവൻ്റെ കരുണയുടെ ഒരംശം അവൻ പകർന്നു നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ കാണാവുന്നതാണ്: അള്ളാഹുവിന് 100 റഹ്മത്തുണ്ട്. അതിൽ ഒരു റഹ്മത്ത് മാത്രമാണ് അവൻ ഇഹലോകത്തേക്ക് ഇറക്കിയത്. ആ കാരുണ്യം കൊണ്ടാണ് മനുഷ്യനും ജിന്നുകളും മൃഗങ്ങളുമെല്ലാം പരസ്പരം കരുണ ചെയ്യുന്നത്. ബാക്കി 99 കാരുണ്യവും തൻ്റെ അടിമകൾക്ക് അന്ത്യനാളിൽ കരുണ ചെയ്യാനായി അള്ളാഹു നീട്ടിവച്ചിരിക്കുകയാണ്. ഈ ലോകത്തേക്ക് അള്ളാഹു ഇറക്കിയ കരുണ 100-ൽ ഒരംശം മാത്രമാണ്. അതിൽ നിന്നും ഏറ്റവും കൂടുതൽ കാരുണ്യവാനായി മാതൃക തീർത്തത് നമ്മുടെ പ്രിയപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിശേഷണമായി ഖുർആൻ എടുത്തു പറയുന്നു: വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിനാകമാനം കാരുണ്യമായിട്ടല്ലാതെ നബിയെ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ തിരുനബിയെ കുറിച്ച് പറയുന്നു. കാരുണ്യത്തിൻ്റെ തിരുജീവിതം നീരുറവയായി വർദ്ധിച്ചു. അവിടുത്തെ കാരുണ്യം കൊണ്ട് വിജയിച്ചവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ വേണ്ടി വന്നാൽ ഇഷ്ടപ്പെട്ട ഷെയറും ചെയ്യുക.